പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്ന വ്യക്തികൾക്ക് മാത്രമേ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഇതാ ഞാൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാ മനുഷ്യരാ അല്ലേ? സാധാ മനുഷ്യരാ. നമുക്കൊന്നും ഒരുപാട് അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ശരിക്കും എൻ്റെ മനസ്സിലേക്കൊക്കെ ഇടയ്ക്ക് ഓർമ്മ വരും. ഒരു സുഹൃത്ത് ജപം പോലെ ഇങ്ങനെ ചൊല്ലണ ഒരു വിശുദ്ധം ചൊല്ലിയ പ്രാർത്ഥനയാണ്, ഈശോ മറിയാവസേപ്പേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണേ. ഞാൻ ഈ പ്രാർത്ഥന ഓർക്കുമ്പോൾ എനിക്ക് തിരിച്ചാൽ പറയാം, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണേ. അറിയാതെ എൻ്റെ മനസ്സിൽ ആ പ്രാർത്ഥന വരും. ഞാനിത് ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോഴില്ലേ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അടുത്തേക്ക് എന്നെ കൊണ്ട് എത്തിക്കും. പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണേ. പരിശുദ്ധാത്മാവാണ് ശക്തമായി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ്യത നോക്കാതെ തന്നിൽ കുറച്ച് അല്പം പോലും ആശ്രയിക്കുന്ന വ്യക്തികളിലേക്ക് കടന്നു വന്ന് അവരിലൂടെ മനുഷ്യ മക്കളെ രക്ഷിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ്. അത്രയ്ക്ക് ശക്തമായി പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഉണ്ട്, തിന്മ അതുപോലെ ശക്തിയില്ല തിന്മ വളരണേ. പരിശുദ്ധാത്മാവിന് അങ്ങനെ പ്രവർത്തിച്ചേ പറ്റൂ. അതിനുള്ള കയ്യും കാലും കണ്ണൊക്കെ ആയി മാറേണ്ടവരാ നമ്മൾ. അപ്പോൾ നമുക്ക് കുറേ പ്രാർത്ഥനകൾ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സുഹൃത്ത് ജപങ്ങളൊക്കെ കൊടുത്താൽ പരിശുദ്ധാത്മാവ് ഭയങ്കര സന്തോഷമാണ്. ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ചൊല്ലി നോക്കി, അറിയാതെ മനസ്സിലൊരു സന്തോഷം വരും. വെറുതെ ഞാനിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക എന്താണെന്നറിയോ, 4 ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതങ്ങ് ചെല്ലും. ഇതങ്ങോട്ട് ചെല്ലാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ സുഹൃത്ത് ജപം പോലെ ഇങ്ങനെ ചൊല്ലി നടക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ വ്യക്തികളെ കിട്ടണം ഇന്നത്തെ ലോകത്തിന് പ്രവർത്തിക്കാൻ. പരിശുദ്ധാമ്മയോട് ചേർന്ന് 4 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈ അഭിഷേകം നമുക്ക് തരണത്. കാരണം പരിശുദ്ധ അമ്മയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനത്തെ സുഹൃതങ്ങളൊക്കെ, പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണും കാലും കൈയൊക്കെയായി മാറി നമ്മുടെ മക്കളെ, ലോകത്തിൻ്റെ മക്കളെ ഒക്കെ രക്ഷിക്കാൻ, നശിച്ചു പോകുന്ന തലമുറയെ വീണ്ടെടുക്കാനൊക്കെ വലിയ കൃപ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നല്ല ദൈവം നമ്മളിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.